കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ 2 ഇടതുമുന്നണി യോഗങ്ങളിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം LDF തിരുവനന്തപുരത്ത് നടത്തിയ സത്യാഗ്രഹ സമരത്തിലും ജോസ് കെ മാണി പങ്കെടുത്തില്ല. അദ്ദേഹം വിദേശത്താണ് എന്നതാണ് അതിന് പറയുന്ന ന്യായീകരണം. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജും പങ്കെടുത്തിരുന്നു എന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വലിയ സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വവും നേരിടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല, സമുദായ നേതാക്കളിൽ നിന്ന് പോലും ആ നിലയിലുള്ള സമ്മർദ്ദമാണ് കേരള കോൺഗ്രസ് എം നേരിടുന്നത്. UDFിലേക്ക് തിരിച്ചു പോകണം, കേരളത്തിൽ UDFിൻ്റെ തിരിച്ചുവരവിനത് വലിയ സഹായകമാകും എന്ന നിലയിൽ ചർച്ച നടക്കുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയുമായി സംസാരിച്ചു എന്നാണ് അറിയുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്താണ് ഈ ഫോൺ വിളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത്. ആ നിലയിൽ അതിൽ ജോസ് കെ മാണി പ്രത്യേകിച്ചൊരു ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ മനസ്സും UDF പക്ഷത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്ന സംശയം കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കൾക്കെങ്കിലുമുണ്ട്. കഴിഞ്ഞ തവണ 13 സീറ്റുകൾ LDF കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്നു. 12 സീറ്റുകളിൽ മത്സരിച്ചു. 5 ഇടത്താണ് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ വിജയിച്ചത്. UDFിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ നിലയിലുള്ള സീറ്റുകൾ, അത്രയും സീറ്റുകൾ ലഭിക്കുമോ എന്ന ആശങ്ക കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചില നേതാക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കീറാമുട്ടിയായി നിൽക്കുന്നത് പാലാ സീറ്റിൻ്റെ കാര്യത്തിലാണ്. UDFിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ ഇപ്പോഴും UDFിനൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആ UDFിനൊപ്പം നേരത്തെ മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. അവർക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെല്ലുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വമാകട്ടെ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടണം എന്ന നിലപാടിലാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും വലിയ സമ്മർദ്ദം, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മുസ്ലിം ലീഗിനും ഇത്തവണ ഭരണം പിടിച്ചേ തീരൂ എന്ന വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ നേതാക്കളെ കൂടി മുന്നിൽ ഇറക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ UDF പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ അവരും ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ, സാമുദായിക ഘടന നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആ നിലയിൽ ചിന്തിക്കുന്നവരുമുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിലൂടെയും ജമായത്തെ ഇസ്ലാമിയിലൂടെയും ഇപ്പോൾ UDF ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ അത് കോൺഗ്രസ് പക്ഷത്തേക്ക് ഈ ഹിന്ദു വോട്ടുകൾ, വിശ്വാസികളായവരുടെ വോട്ടുകൾ കൊണ്ടുവന്നു എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തെളിഞ്ഞു എന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുള്ളത്.